Hello everyone, welcome to Cinemaxing, the film review division of Bendermax Media Corporation. I am your host, the ecstatic film reviewer John Johnson. With me, my good friend and a cinephile to his heart, Mr. Skip Trace. നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ക്രിസ്റ്റഫർ നോളൻ്റെ ഏറ്റവും പുതിയ വെഞ്ചർ ദ ഒഡീസിയുടെ റിവ്യൂ പറയാനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. സോ മിസ്റ്റർ സ്കിപ്പ് ട്രേസ്, ക്രിസ്റ്റഫർ നോളന്റെ സിനിമയാണ്. സോ വാട്ട് ക്യാൻ ദ ഓഡിയൻസ് എക്സ്പെക്ട്? നോളന്റെ പടം ആകുമ്പോഴത്തേക്ക് എന്താ പറയട്ടെ, എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു വിഷ്വൽ ഫെഡലിറ്റി ആണ്. ആ ഒരു വിഷ്വൽ സംഭവം, ആ ഒരു മ്യൂസിക്കും, പിന്നെ ആക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരു വിഷയം, അവരൊരു ടോപ്പ് ലെവൽ ആക്ടിങ് ഇതൊക്കെയാണ് എല്ലാവരും. പിന്നെ എന്താ പറയട്ടെ, ഇതിപ്പം ഒഡീസി ആയതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരിക്കലും മറ്റേ ആ ഒരു നോളന്റെ ആ ഒരു സിഗ്നേച്ചർ, ആ ഒരു എന്താ പറയട്ടെ ടൈപ്പ് ഓഫ് മേക്കിംഗ് ഉണ്ടല്ലോ, ആ ഒരു വിയേർഡ്, ടെനറ്റ്, ഇൻസെപ്ഷൻ, അതിൻ്റെ ഒരു ഇത് കിട്ടത്തില്ല. സോ അതൊക്കെ ആയിരിക്കും ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ പടം കണ്ടു, ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടു. സോ നമുക്ക് എന്താ പറയട്ടെ, ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് പോരാ, ഒരു മീഡിയോക്കർ മൂവി. ഇതൊരു മിഡ് മൂവിയാണ്. ദിസ് ഇസ് എ മിഡിൽ മൂവി. ഒരു ക്ലാസിക് എക്സാമ്പിൾ ഓഫ് എ മിഡ് മൂവിയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ബോറാണോ? അല്ല. ഏറ്റവും കിടിലമാണോ? അതുമല്ല. നടുക്ക് നിൽക്കുന്ന ഒരു വാച്ചബിൾ ഒരു സിനിമയാണ് ഒഡീസി എന്ന് പറയുന്നത്. ഈ ഒഡീസി നമ്മൾ റിവ്യൂ പറയുന്നതിന് മുമ്പ് നമുക്ക് ഒഡീസിയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാവർക്കും ഫെമിലിയർ ആണെന്ന് കരുതുന്നു. അതായത് ഇത്താക്കയിലെ കിങ് ഒഡീസിയസ് ട്രോജൻ വാറിന് ശേഷം തിരിച്ചു വരുന്ന വഴി പുള്ളിക്ക് വഴി തെറ്റുകയും പുള്ളി ഒരു 10 വർഷം കടലിലും അവിടെ എവിടെയും കിടന്ന് അലയുന്ന കഥയാണ് ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഈ കഥയിൽ കിങ് ഒഡീസിയസ് ആയിട്ട് പോർട്രേ ചെയ്യുന്നത് മാറ്റ് ഡേമൺ. ആസ് യൂഷ്വൽ മാറ്റ് ഡേമണിന്റെ കാര്യം എന്ന് വെച്ചാൽ പുള്ളി ചെറുതായിട്ട് അഭിനയിച്ചാലും മോസ്റ്റ് ഓഡിയൻസിന് അതൊരു ലൈക്ക് എബോ ആവറേജ് ഒരു എക്സ്പീരിയൻസ് ആണ്. അത് തന്നെയാണ് പുള്ളി ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ പുള്ളിയുടെ ആക്ടിങ് എന്താണ് ഭയങ്കര കിഡിലും ആക്ടിങ് മൊമെന്റ്സ് ഒന്നും പുള്ളി സമ്മാനിക്കുന്നില്ലെങ്കിലും ഇറ്റ് ഈസ് മാറ്റ് ഡേമൺ. ഓഫ്കോഴ്സ് ഇറ്റ്സ് മാറ്റ് ഡേമൺ. അതുകൊണ്ട് പുള്ളി ചെറുതായിട്ട് ആ സ്ക്രീനിലൊന്ന് നിന്നാൽ മതി, അതും നമുക്ക് അഭിനയമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. സോ അത് ഒരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ അടുത്ത് വരുന്ന പെനലോപ്പി ആയിട്ട് മറ്റേ ആരാണ് അവരുടെ പേര്, ആൻ ഹാത്തവേ ആണ് പുള്ളി പെനലോപ്പി ആയിട്ട് വരുന്നത്. പക്ഷേ ഈ പുള്ളിക്കാരി മരണാഭിനയം, ലൈക്ക് ആ ഒരു പുള്ളിക്കാരിയാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫില്. പുള്ളിക്കാർക്ക് ഒരുപാട് മറ്റേ ഇമോഷണൽ കുറെ മോമെന്റ്സ് ഉണ്ട്, അതെല്ലാം ക്യാരി ചെയ്യുന്നത്, ഈ സിനിമയുടെ ഇമോഷണാലിറ്റി കൊണ്ടുപോകുന്നത് ആൻ ഹാത്തവേ ആണ്. ദാറ്റ് ഈസ്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് ജോൺ ലെഗുസാമോ, അതായത് ഒഡീസിയസിന്റെ ലോയൽ സർവന്റ് ആയിട്ടുള്ള യുമേയസ് ആയിട്ട് ജോൺ ലെഗുസാമോ, പിന്നെ റോബർട്ട് പാറ്റിൻസൺ, ആന്റിനിയോസ്, ഒരു നെഗറ്റീവ്, ഒരു ആന്റി ഹീറോ ക്യാരക്ടർ ആയിട്ട്. പുള്ളിക്കാരന്റെ അഭിനയം, റോബർട്ട് പാറ്റിൻസന്റെ അഭിനയം അടിപൊളിയായിരുന്നു. റോബർട്ട് പാറ്റിൻസണ് ആരും പറഞ്ഞു കേൾപ്പിക്കാത്തൊരു സംഭവമാണ്. അതായത് റോബർട്ട് പാറ്റിൻസൺ ട്വൈലൈറ്റിൽ കൂടെ പേരെടുത്തപ്പോൾ എല്ലാവരും റൊമാൻറ്റിക് ഹീറോ ആക്കി കൂട്ടാൻ നോക്കി. പക്ഷേ പുള്ളി ഏറ്റവും ചേർത്ത ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാലേ മറ്റേ ഒരുമാതിരി സ്ലീസി, നമ്മളെ ചതിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റാത്ത ഒരു മോറലി ഗ്രേ ക്യാരക്ടറായിട്ട് പുള്ളി അടിപൊളി അഭിനയമാണ്. അത് ഇതിന്റെ അകത്ത് പുള്ളി ആ ഒരു റോള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വിഷയമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് വരുന്ന കാസ്റ്റ് പറയുമ്പോൾ ചാർലീസ് തെറോൺ, കാലിപ്സോ ഉണ്ട്, പിന്നെ ബെന്നി സാഫ്ഡി, ആഗമെമ്നോൺ, പിന്നെ അങ്ങനെ കാസ്റ്റിംഗ് ഒക്കെ ഓക്കെയാണ്. ബട്ട് കാസ്റ്റിംഗ് ഓക്കെയാണ്, ലൈക്ക് ലാർജ് എക്സ്റ്റെന്റിൽ കാസ്റ്റിംഗ് ഓക്കെയാണ്. പക്ഷെ കാസ്റ്റിംഗ് ഓക്കെ അല്ലാതെ എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോസ്റ്റേഴ്സിലും കുറച്ച് പേരുണ്ട്. ഈ പോസ്റ്റേഴ്സിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ കണ്ട ട്രെയിലേഴ്സിലൊക്കെ കണ്ട കുറേ ക്യാരക്ടേഴ്സ്, അപ്പോൾ പബ്ലിക് ഔട്ട്റീച്ച് ഒക്കെ വന്നപ്പോൾ ഉള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാം നമ്മൾ അഫ്കോഴ്സ് നമ്മൾ ഒരു ബ്ലാക്ക് ക്യാരക്ടറിന് ഗ്രീക്ക് ക്യാരക്ടറിനെ പ്ലേ ചെയ്തുകൂടാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഒരു ഗ്രീക്ക് എപ്പിക്ക് വരുമ്പോൾ, അതായത് ഒരു ഗ്രീക്ക് എപ്പിക് സെറ്റിംഗ്, ആ ഒരു സമയത്ത് പൊളിറ്റിക്കൽ, ജിയോഗ്രാഫിക്കൽ എല്ലാ കണ്ടീഷനും എടുക്കുമ്പോഴത്തേക്കും നമ്മളെ മനസ്സിൽ ഓൾറെഡി ഒരു ഒഡീസി അല്ലെങ്കിൽ ഒരു ട്രോജൻ വാറിൻ്റെ ഒരു ഇമേജ് നമ്മളെ മനസ്സിലുണ്ട്. അതിപ്പോൾ 2004 ട്രോയ് കാണാത്തവർക്കും അത് അവരുടെ മനസ്സിലുണ്ടാവും. ഈ ഒരു സെറ്റിങ്ങിൽ ഈ മറ്റേ ലുപ്പീറ്റ, മറ്റേ ബ്ലാക്ക് പാന്തറിലെ മറ്റേ അവിടത്തെ കിങ് ടിച്ചാലയുടെ വൈഫ് ലുപ്പീറ്റ, പുള്ളിക്കാരി സെക്കൻഡ് നെയിം നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അറിയത്തില്ല. സോ പുള്ളിക്കാരി ഇതിൽ ഡബിൾ റോളാണ്. പുള്ളിക്കാരിയുടെ ഡബിൾ റോള്, 2 റോളും ആ ഒരു സീനിൽ പുള്ളിക്കാരി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളെ മനസ്സിൽ ഹോൾഡ് ഓൺ, ഷീ ഈസ്
ഷീ ഷുഡൻ ബി ദെയർ എന്നുള്ളൊരു അത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഷീ ഈസ് എ ഷിറ്റ് ആക്ട്രസ്, ഇറ്റ്സ് ബിക്കോസ് സച്ച് എ ക്യാരക്ടർ ആ ഒരു സമയത്ത് ആ ഒരു ഫ്രെയിമിൽ ആ ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ എന്തോ ഒരു ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ടുള്ളൊരു ഫീൽ വരും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ജോൺ ബേൺഡാലിന്റെ കിങ് മെനലാവസ്. ജോൺ ബേൺഡാലിന്റെ ഏറ്റവും വലിയ ഈ ഒരു ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി മറ്റേ പണിഷറിലെയും മറ്റേ ബെയറിലെയും അഭിനയമാണ് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നത്. പുള്ളി ലിറ്ററലി ഈ ഒഡീസിയസിന്റെ മോൻ പുള്ളിയെ കാണാൻ മുമ്പ് പുള്ളി ലെറ്റ് മീ ടെൽ യു സംതിങ് പുള്ളിക്കാരന്റെ സിഗ്നേച്ചർ ഡയലോഗ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ആവശ്യമില്ല. ലൈക്ക് എന്താ പറയുക, അങ്ങനെയൊക്കെ കണ്ടപ്പോൾ തന്നെ ഇത് ഒരു നോളന്റെ ആ ഒരു എന്താ പറയുക നോളൻ സിനിമയിൽ നിന്ന് ഇതൊരു ഫാൻ സർവീസ് ആയിട്ട് മാറുന്ന ഒരു ഇതായിട്ട് ഫീൽ ചെയ്തിരുന്നു ആ ഡയലോഗൊക്കെ വന്നപ്പോഴത്തേക്കും. പിന്നെ ഈ ലുപീത്ത ആ പെണ്ണിനെയൊക്കെ കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇതൊരുമാതിരി എൻ്റെ ഭയങ്കര ഒരു പൊളിറ്റിക്കൽ ഒരു ഓസ്കാർ കിട്ടാനായിട്ട്, കാരണം ഇപ്പോൾ ഓസ്കാറിന്റെ റൂൾസ് ഒക്കെ മാറിയല്ലോ. ഇങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു ബ്ലാക്ക് ആക്ട്രസ് വേണം അല്ലെങ്കിൽ ആക്ടർ വേണം, അല്ലെങ്കിൽ പിന്നെ LGBTQ ആരെങ്കിലും ഒക്കെ വേണം, അങ്ങനെ കുറെ ഡൈവേഴ്സ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അവർക്ക് അവാർഡ് കൊടുക്കും. അപ്പം അവാർഡ് കിട്ടാൻ വേണ്ടി ഒരു അക്കാഡമി അവാർഡ് പുഷിന് വേണ്ടി ഇറക്കിയ ഒരു സിനിമ എന്ന് നമുക്ക് ഇത് കാണുമ്പോഴത്തേക്ക് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ജോൺ ബേൺഡാലിന്റെ ക്യാരക്ടർ അത്. പിന്നെ ഈ കിങ് ഒഡീസിയസിന്റെ ബ്രദറിലോ, അത് പുള്ളിയുടെ പേര് ഞാൻ മറന്നു, ക്യാരക്ടറിന്റെ പേര് ഞാൻ മറന്നു, അതൊരു ഒരു ഇന്ത്യൻ ഒറിജിനുള്ള ഒരു ആക്ടറാണ് പ്ലേ ചെയ്യുന്നത്. പക്ഷെ പുള്ളി അതിൽ ഓക്കെയാണ്, കാരണം ആ പുള്ളി ആ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങ് ലയിച്ച് നിൽക്കും. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ആ പുള്ളിയുള്ള മിക്ക സീനും ചിത്രീകരിച്ചിരിക്കുന്ന ബോട്ടുകളിലും ഐലൻഡുകളിലൊക്കെയാണ്. ഒട്ടുമിക്ക ആക്ഷൻ സീനുകളിലും പുള്ളിയുണ്ട്. അപ്പം പുള്ളിയെ നമുക്ക് അധികം എന്താണ് ഇമോഷൻസിന്റെ ആവശ്യമൊന്നും പുള്ളിയുടെ ക്യാരക്ടറിന് ഇല്ല. അതുകൊണ്ട് പുള്ളി നമ്മളെ റേഡാറിന്റെ അണ്ടറിൽ ഇങ്ങനെ താന്നു പൊക്കോളും. പക്ഷെ ബാക്കിയുള്ള ഈ ക്യാരക്ടേഴ്സ് നമുക്ക് പെട്ടെന്ന് ഒരു കല്ലുകടിയായിരിക്കും. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട നമ്മൾ കളറിസവും ഈ ഡൈവേഴ്സിറ്റി ഇതൊക്കെ ഇഗ്നോർ ചെയ്ത് പറഞ്ഞ ഏറ്റവും മോശം പെർഫോമൻസ് ഈ സിനിമയെ കാഴ്ചവെച്ചത് ടോം ഹോളണ്ട്. ഒരു ഇമോഷണൽ ഡെപ്തും ഇല്ല, ഒരു സെന്റിമെന്റാലിറ്റി ഇല്ല. എന്ന് വെച്ചാൽ പുള്ളിക്ക് കരയാൻ അറിയാം, പുള്ളിക്ക് കണ്ണീര് വരും, പക്ഷെ അല്ലാണ്ട് ഒരു ഇതുമില്ല. പുള്ളിക്ക് ഒരു ബട്ടർ ഫേസ് ആണ്. ആ ഒരു ബട്ടർ ഫേസിന്റെ എല്ലാ പോരായ്മകളും ഇതിന്റെ ഈ സിനിമയുടെ അകത്ത് പിന്നല്ല. അതാണ് പക്ഷേ അതാണ് ആ കാസ്റ്റിംഗിൽ ലൈക്ക് എന്താ പറയട്ടെ, വേറെ ആരെങ്കിലും കൊണ്ടുവരുന്ന ടോം ഹോളണ്ടിന് പകരമായിട്ട് വേറെ ഒരുപാട് പേരുണ്ട്. ഐ മീൻ ആ ഒരു ലുക്കും ആ ഒരു എന്താ പറയുക ആ ഒരു ഏജും ഒക്കെ തോന്നിക്കുന്ന രീതിയിൽ ഒരുപാട് ആക്ടേഴ്സ് ഹോളിവുഡിലുണ്ട്. ടോം ഹോളണ്ടിനെയൊക്കെ കൊണ്ടുവന്ന് ലൈക്ക് ഒരു സ്റ്റാർ കാസ്റ്റ് ആയിട്ട് കാണിക്കാനാണ്. അതാണ് ടോം ഹോളണ്ടിനെ പറഞ്ഞപ്പോഴത്തേക്കും സെൻഡായ ഉണ്ട് ഇതിന്റെ അകത്ത് അത്തീന ആയിട്ട്. അധികം സ്ക്രീൻ ടൈം അതുകൊണ്ട് കൊള്ളാം, നമുക്കൊരു അതിലൊരു ക്യാരക്ടറായിട്ട് കണക്കാക്കാനേ പറ്റത്തില്ല സത്യം. പിന്നെ നമുക്ക് കാസ്റ്റിംഗ്, അപ്പൊ ഇതാണ് കാര്യം. കാസ്റ്റിംഗ് ഒരു വൈഡ്ലി ഓക്കെയാണ്, പക്ഷെ നമ്മൾ കുത്തിയിരുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതൊന്ന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കായിരുന്നു, വേറെ നടന്മാരെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഇതുണ്ടാവും. പിന്നെ നമ്മൾ എന്താണ് ഈ കഥയുടെ ഈ സിനിമയുടെ വിഷ്വൽസ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ 70mm IMAX ഇത് കാണാവൂ എന്നൊക്കെ പറഞ്ഞ് ക്രിസ്റ്റഫർ നോളൻ ഒരു പ്രസ്താവനയൊക്കെ ഇറക്കുകയുണ്ടായി. അതിനെതിരെ എനിക്ക് പറയാനുള്ളത് അങ്ങോട്ട് മാറിയിരിക്കാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം 70mm കാണേണ്ട അത്രയൊന്നും ഈ സിനിമയിൽ ഇല്ല. അതൊന്നും. പക്ഷേ വിഷ്വലി സിനിമ കിടിലമാണോ? മീഡിയോക്കർ ആണ്, പക്ഷെ 1-2 ഷോട്ട്സ് ഒഴിച്ച് അത് തന്നെ അങ്ങനെ കുറച്ചൊരു നല്ല എന്താ പറയുക ഒരു ഷോർട്സ് ഉണ്ട് എന്ന് വെച്ചാൽ അത് നമ്മൾ ഇന്ന് കണ്ടപ്പോഴും നമ്മൾ ഇത് IMAX ചിലപ്പോൾ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ വിഷയമായിരിക്കാം. പക്ഷെ ആ ഒരു 2-3 ഷോർട്സിന് വേണ്ടി എന്താ പറയുക പുള്ളിക്കാരൻ പറയുന്നതാണെങ്കിൽ 70mm IMAX അത് തന്നെ ലൈക്ക് വേൾഡിൽ 40-50 സ്ക്രീനേ ഉള്ളൂ. ആൻഡ് അതിന്റെ കാര്യം തന്നെ എന്താ പറയുക ക്രിസ്റ്റഫർ നോളനെ തന്നെ അറിയാം. ലൈക്ക് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നൊക്കെ നല്ല പാടാണ് ഈ 70mm IMAX ഒക്കെ. ആൻഡ് അതിലൊന്നും കാണണ്ട, നിങ്ങൾ അവിടെ തിയേറ്ററിൽ പോയി നിങ്ങൾക്ക് ഇത് കാണാം. യുനോ അത്രയ്ക്ക് ഇത് തരം ഒന്നും കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. അത്രയ്ക്ക് കൺസംഷൻ മെന്റാലിറ്റി കാണിക്കേണ്ട ഒരു ആവശ്യമില്ല, അത്രയ്ക്കൊന്നും ഇല്ല. ജസ്റ്റ് അതൊക്കെ മാർക്കറ്റിങ്ങിന്റെ ഒരു ഇത് മാത്രമാണ്. മാർക്കറ്റിങ്ങും പെയ്ഡ് റിവ്യൂസും തന്നെയല്ലേ പറയുന്നത്. ലൈക്ക് IMAX തന്നെ കാണാം, ഏറ്റവും വലിയ സ്ക്രീനിൽ തന്നെ പോയി കാണാം, അതിനുള്ള ഒന്നും ഇതിൻ്റെ അകത്തില്ല. പിന്നെ നമുക്ക് വിഷ്വൽ ഡിസൈൻ അല്ല, സൗണ്ട് ഡിസൈനിന്റെ കാര്യം വരുവാണെങ്കിൽ ഈ ക്രിസ്റ്റഫർ നോളന്റെ എല്ലാ സിനിമയിലും ട്രേഡ് മാർക്കായിട്ട് മറ്റേ ഈ നമ്മളെ ഇമോഷണൽ ആന്റിസിപ്പേഷൻ കൂട്ടാനായിട്ട് പുള്ളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ റാമ്പ് ചെയ്യുന്ന ഒരു സ്കീമുണ്ട്. അത് ഇതിലും ഈ സിനിമയിൽ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അത് നന്നായിട്ട് ഫിറ്റും ആവുന്നുണ്ട്. അത് ഒരു കാര്യം തന്നെയാണ്. പിന്നെ സൗണ്ട് ഡിസൈൻ ലാർജ്ലി നല്ല രസം തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളെല്ലാം എനിക്ക് പേഴ്സണലി പുള്ളിയുടെ മറ്റേ പടങ്ങൾ വെച്ച് എന്താ വെച്ചാൽ ഇന്റർസ്റ്റെല്ലറും മറ്റേ ഓപ്പൺഹൈമറും ടെനറ്റൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്രയ്ക്കൊരു ഇത് കിട്ടിയില്ല. ബട്ട് സ്റ്റിൽ കൊള്ളാം.
സൗണ്ട് ഡിസൈനും മ്യൂസിക്കും ഒക്കെ കൊള്ളാം, ബാഡല്ല. പറയാൻ പറ്റില്ല. അതിന്റെ അകത്ത് ഇവരെ ഷിപ്പിലോട്ട് ഓടി വരുന്ന ഒരു സമയത്ത് പുറകിൽ ബാക്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ റേസ് ആയിക്കൊണ്ടിരിക്കും. അത് ടെനറ്റിലും അതേപോലത്തെ ഈ കാർ ചേസ് സീനിലൊക്കെ അതേപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. അത് നല്ലൊരു ടച്ചാണ്. സോ സൗണ്ട് ഡിസൈനും ഓക്കെയാണ്. ഇറ്റ്സ് ആവറേജ് ഓർ എബോ ആവറേജ് അറ്റ് ദ മോസ്റ്റ്. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഈ കഥയുടെ നരേഷൻ, അതായത് കഥ ഈ സിനിമയുടെ ഈ റിയൽ ഡിറക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ ഒരു നോളം പടമാണ്. സോ ഹി ഹാസ് ഡൺ ദ ബെസ്റ്റ് ദാറ്റ് ഹി ക്യാൻ. അതായത് ഈ ഒരു നരേഷൻ വരുമ്പോഴത്തേക്കും ഈ കഥയുടെ ഇമോഷണാലിറ്റിയും അതിൻ്റെയും ആ ഒരു ഇമ്പാക്റ്റ് കൂട്ടാനായിട്ട് പലപ്പോഴും ഫ്ലാഷ് ബാക്കും റിയൽ ടൈം സ്റ്റോറീസും കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു സൈക്കിൾ പോലെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. അതായത് റിയൽ ടൈമിൽ നടക്കുന്ന സംഭവങ്ങളുടെ ഇമോഷൻ്റെ ആക്കം കൂട്ടാനായിട്ട് അവർ ഫ്ലാഷ് ബാക്കിൽ നടന്ന കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ആ ഒരു സീനിൽ നിന്ന് ഫ്ലാഷ് ബാക്കിൽ നിന്ന് പ്രസന്റ് ഡേയിലെ ക്യാരക്ടേഴ്സ് കുറച്ചുകൂടി ഇമോഷണൽ ആവുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്പോയിൽ ചെയ്യുന്നില്ല, പക്ഷേ ഈ സിനിമയുടെ ബാക്ക് ഡ്രോപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ട്രോജൻ വാറാണ് ഇതിൻ്റെ ഈ ഒരു സിനിമയുടെ ബാക്ക് ഡ്രോപ്പ്. പക്ഷേ ട്രോജൻ വാർ ഈ സിനിമയിൽ അധികം കാണിക്കുന്നില്ല, പക്ഷെ സ്റ്റിൽ കാണിക്കുന്നുണ്ട്, ഒരുവിധം കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ട്രോജൻ വാറ് എങ്ങനെ മൈലുകൾക്കപ്പുറം, അതായത് ഗ്രീസിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരെ ആ വാർ എങ്ങനെ ബാധിച്ചു എന്നുള്ളൊരു കാര്യം ഈ ഒരു സിനിമയെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ സോൾജേഴ്സിന്റെ കുടുംബങ്ങളും ഈ ഒഡീസിയസിന്റെ ഭാര്യയും ഒഡീസിയസിന്റെ മോനെയും ഇവരെയൊക്കെ എങ്ങനെ ആ ഒരു യുദ്ധം 10 വർഷം മുമ്പ് നടന്നൊരു യുദ്ധം എങ്ങനെ അവരെ ഇമ്പാക്ട് ചെയ്യുന്നു എന്ന് അവരത് കാണിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു ടച്ചാണ്. ഒരു ഡയറക്ഷണൽ മാസ്റ്റർ ക്ലാസ് എന്നുള്ള രീതിയിലാണ് ഞാൻ അത് പറയത്തുള്ളൂ. അത് നോളനെ പോലത്തെ അപൂർവം ചില ഡയറക്ടേഴ്സിനെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് പറ്റത്തുള്ളൂ. പിന്നെ ഈ ഒരു സിനിമ നിങ്ങൾ കാണാൻ പോകുന്നത് 2004 ഇറങ്ങിയ ബ്രാഡ് പിറ്റിന്റെ ട്രോയ് പോലെ ഇടിവെട്ട് ആക്ഷനും വെട്ടും കുത്തും ഉണ്ടെന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ കാരണം ട്രോജൻ വാർ ഇതിന്റെ അകത്ത് അതൊരു ഒരു എന്താണ്, പല ആൾക്കാർക്കും മെന്റലി ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പോലെയാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. അല്ലാതെ ഹീറോയിക്സും കാര്യങ്ങളൊന്നും ഈ സിനിമയുടെ അകത്ത് അധികം ഇല്ല. ഇഫ് എനിത്തിങ് ഇതിൻ്റെ അകത്ത് ഒഡീസിയസിനെ കാണിച്ചിരിക്കുന്നത് ആ യുദ്ധത്തിൽ നിന്ന് PTSD അടിച്ച ഒരാളെ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ദൈവങ്ങൾ, ഈ ഒഡീസി ഇലിയഡ് ബുക്ക് വായിച്ചവർക്ക് അറിയാം, ആ യുദ്ധം എന്ന് പറയുന്ന ദൈവങ്ങൾ മനുഷ്യരെ പോൺസ് ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിക്കുന്ന ഒരു സ്കീമാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ തുടക്കം തന്നെ ഒഡീസിയസ് ആ യുദ്ധത്തിന് ശേഷം ഞാൻ ഇനി വെറും ദൈവങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ നിൽക്കുന്നില്ല, എൻ്റെ വിധി എൻ്റെതാണെന്നും പറഞ്ഞ് മുന്നോട്ടിറങ്ങുന്ന ഒരാളുടെ മെൻറ്റാലിറ്റിയാണ് ഒഡീസിയസിനുള്ളത്. സോ ഒഡീസിയസ് ഈ സിനിമയിൽ കുറച്ചുകൂടി ഹ്യൂമൻ ആണ്. ഹീസ് നോട്ട് എ ഗ്രീക്ക് ഹീറോ ഇൻ ദിസ്, ഹീസ് എ ഗ്രീക്ക് ഓർഡിനറി കിങ്. പക്ഷെ എനിക്ക് ആ ഒരു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, പുള്ളിക്കാരനെ ലൈക്ക് ആ ഒരു നോർമൽ ഒരു ഹ്യൂമൻ ആയിട്ട് ഇതിൽ കാണിച്ചതേ, അത് ആ ഒരു ടച്ച് കൊള്ളായിരുന്നു. ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് മാറ്റ് ഡേമണ്ട് കുറച്ചുകൂടി സത്യം പുള്ളിക്ക് പുറത്തെടുക്കാൻ പറ്റി പുള്ളിക്ക്. പിന്നെ ഈ സിനിമയെ പറ്റി പറയുവാണെങ്കിൽ ഓൾ ഇൻ ഓൾ ഈ ഒരു സിനിമയുടെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഗ്രീക്ക് ലിറ്ററേച്ചർ ഒക്കെ വായിക്കുന്നവർ, നിങ്ങൾക്ക് ഗ്രീക്ക് ക്ലാസിക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്താണ് വിർജിലിന്റെ ഏനിയഡും, അതായത് ഈ സിനിമയുടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സോഴ്സ് മെറ്റീരിയൽ പലതാണ്. ഒഡീസി മാത്രമല്ല ഇതിന്റെ സോഴ്സ് മെറ്റീരിയൽ. ഇതിലെ പല ക്യാരക്ടേഴ്സും വിർജിലിന്റെ ഏനിയഡിൽ നിന്നും ഹോമറിന്റെ തന്നെ ഇലേഡിൽ നിന്നും, പിന്നെ ഇതല്ലാണ്ട് ആഷ് കൈലസിന്റെ കുറെ ഗ്രീക്ക് പ്ലേയേഴ്സ് ഉണ്ട്. അങ്ങനെ കുറച്ച് വിവിധ ഇനം സോഴ്സുകളിൽ നിന്ന് വന്ന കുറേ ക്യാരക്ടേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗ്രീക്ക് ക്ലാസിക്സ് നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് കുറച്ചുകൂടി എൻജോയബിൾ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് അറിയാം, ഓക്കെ, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം അത് സ്ക്രീനിൽ പ്ലേ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കും. പേഴ്സണലി എനിക്ക് അങ്ങനെയായിരുന്നു. പേഴ്സണലി അവനിക്ക് ഈ പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൻ്റെ കൂടെ ഇരുന്ന് കണ്ട എനിക്ക് അത്രയ്ക്ക് പിടിച്ചില്ല. കാരണം ഞാൻ അതിൻ്റെ ഒന്നും ആളല്ല. ഞാൻ എന്തിനാണ് ഇതിന് കയറി വന്നതെന്ന് പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും അറിയാണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ വെറും ഒരു ആവറേജ് വാച്ച് ആയിരിക്കും നിങ്ങൾക്ക്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞു പോകുന്ന ഒരാൾക്ക് ഒരു എബോ ആവറേജ് വാച്ച്, അതാണ് കാര്യം. സോ നമ്മളെ റിവ്യൂ ആയിട്ട് നിങ്ങൾ കൂട്ടണ്ട. നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നല്ല, അത് വീഡിയോ ഗെയിമിനാണ്. ഇതൊരു നമ്മളെ എക്സ്പീരിയൻസ് അതായിട്ട് സമ്മറൈസ് ചെയ്യാൻ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നോളനോട് ഞാൻ ഇത് പറയും, ട്രൈ ഹാർഡർ. കാരണം ഈ ഒരു സിനിമയിൽ ഇപ്പൊ നോളനെ മാറ്റി വേറൊരു ഫിലിം ഡയറക്ടറിനെ കൊണ്ടിട്ട് കഴിഞ്ഞാലും ഈ ഒരു സിനിമ തന്നെയാണ് ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് നോളനാണോ ചെയ്തത് മറ്റേ ആളാണോ ചെയ്തത് എന്നുള്ള ഒരു അധികം ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇൻഫാക്ട് ക്രിസ്റ്റഫർ നോളൻ ഈ ഒരു സോഴ്സ് മെറ്റീരിയൽ എന്തിനു ചൂസ് ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ഹിസ്റ്റോറിക്കലി ഭയങ്കര അംബിഗ്വസ് ആണ് ഇതിന്റെ കാര്യങ്ങൾ.
ഹീ കൂടെ നോളനെ പോലെയുള്ള ഒരു എന്താണ് മറ്റേ സ്പ്ലിറ്റ് സെക്കൻഡ് ആക്ഷനും മറ്റേ ഒരു ക്യാരക്ടർ ഡൈനാമിക്സും ഡെവലപ്മെന്റിനൊക്കെ ഭയങ്കര വില കൊടുക്കുന്ന ഒരാൾ ഹിസ്റ്റോറിക്കൽ ഒരു സാഗ ഇറക്കണമായിരുന്നെങ്കിൽ ഒരുപാട് സോഴ്സ് മെറ്റീരിയൽസ് വേറെ ഉണ്ട്. ലൈക്ക് റോമൻ എംപയറിനെ പറ്റി ഇറക്കാം, സീസറിനെ പറ്റി ഇറക്കാം, ഓൺ ദ ടോപ്പ് ഓഫ് മൈ ഹെഡ്. അല്ലെങ്കിൽ കുറച്ചുകൂടി ഹിസ്റ്റോറിക്കലി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള പേർഷ്യൻ എംപയർ, പേർഷ്യൻ റോമൻ യുദ്ധം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളെ പറ്റി നോളൻ ഇറക്കിയിരുന്നെങ്കിൽ ഇതിൽ നിന്നും കുറച്ചുകൂടി നല്ലൊരു റിസൾട്ട്, ഒരു അറ്റ്ലീസ്റ്റ് നരേഷൻ വൈസ് എങ്കിലും കുറച്ചുകൂടി നല്ലൊരു ഇത് കിട്ടുമെന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ഗൈസ് വിൽ അഗ്രി ടു ദിസ്, പക്ഷേ യാ. സോ ഓൾ ഇൻ ഓൾ ക്രിസ്റ്റഫർ നോളൻ ട്രൈ ഹാർഡ്. കാരണം നോളൻ്റെ കരിയർ ട്രജക്ടറി എടുത്ത് നോക്കുകയാണെങ്കിൽ മറ്റേ പ്രസ്റ്റീജ്, ഇൻസെപ്ഷൻ, ഇൻട്രസ്റ്റെല്ലാറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡിപ്പാണ്, നല്ല ഡിപ്പാണ്. പിന്നെ ഇൻട്രസ്റ്റെല്ലാർ കഴിഞ്ഞിട്ട് ആ ഒരു ഇത് കയറി വന്നില്ല. ആ ഒരു ഡിപ്പിൽ തന്നെയാണ് ഇപ്പൊ ഇതും ഉള്ളത്. പക്ഷേ ഓപ്പൻഹൈമറിനെ വെച്ച് നോക്കുക, ഓപ്പൻഹൈമറിന് അത്രയും വരുമോ ഇല്ല, പക്ഷേ ഡൺകിർക്കിന്റെ അത്രയും മോശമാണോ അതുമല്ല. രണ്ടിന്റെയും ഒരു ഇടയിൽ നിൽപ്പുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഒഡീസിയുടെ. നിങ്ങളെ എന്താ പറയുക കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കാണുക. ആൻഡ് നിങ്ങൾക്ക് ഐമാക്സിൽ കാണാൻ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. അടുത്ത് ഏത് തിയേറ്റർ ഉണ്ടെങ്കിലും അവിടെയും പോയി കാണാം. പഴയ ടാക്കീസിൽ ഓടുന്നെങ്കിൽ അവിടെയും പോയിരുന്ന് കണ്ടോ, ഒരു ഫീൽ കിട്ടട്ടെ. അതാണ് പഴയൊരു ഫീൽ കിട്ടട്ടെ. അപ്പം ബൈ, അടുത്ത വീഡിയോ കാണാം. അടുത്ത സിനിമ റിവ്യൂയിലേക്ക് നമ്മൾ വരുന്നവരെ കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്. സബ്സ്ക്രൈബ് ടു ബെൻഡർമാക്സ് ആൻഡ് MNT ഗെയിമിംഗ്. Link in Instagram bio and YouTube description. Thank you.